നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടൽ. ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി. സംസ്ഥാനത്ത് SSLC പരീക്ഷ മാർച്ച് 4 തുടങ്ങും. ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. മാതൃകാ പരീക്ഷ തിങ്കളാഴ്ച മുതൽ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു. 1,80,00,000 രൂപ ചെലവ്. നാടിന് സമർപ്പിച്ച ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കോട്ടയം ലോക്സഭാ സീറ്റിൽ ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പ്രതിനിധിയാണ്. കേരള കോൺഗ്രസ് ചെയർമാൻ PK ജോസഫാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേരള കോൺഗ്രസിൻ്റെതായിട്ടുള്ള UDF തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഇന്ന് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും. 1999-ലും 2004-ലും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മുൻപ് ഫ്രാൻസിസ് ജോർജ് വിജയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നേരിട്ടുള്ള പോരാട്ടമെന്നതും ഇനി കോട്ടയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കും. കേരള കോൺഗ്രസ് M പ്രതിനിധി തോമസ് ചാഴിക്കാടനാണ് LDF സ്ഥാനാർത്ഥി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്തെ ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 4 ആരംഭിക്കും. പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. മാതൃകാ പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങും. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 4 ആരംഭിക്കും. മാർച്ച് 4 തുടങ്ങുന്ന പരീക്ഷ 25 അവസാനിക്കും. രാവിലെ 9:30 മുതൽ 12:15 വരെയാണ് പരീക്ഷകൾ. മാതൃകാ പരീക്ഷ ഫെബ്രുവരി 19 ആരംഭിക്കും. ഹയർ സെക്കൻഡറി VHSC പരീക്ഷകളും മാർച്ച് 1 മുതൽ ആരംഭിക്കും. മറ്റ് ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് 18 മുതൽ 26 വരെയായിരിക്കും നടക്കുക. ഹൈസ്കൂൾ ഉൾപ്പെട്ട LP UP സ്കൂളുകളിൽ മാർച്ച് 5 മുതൽ പരീക്ഷ ആരംഭിക്കും. 8-9 ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് 1 മുതലാണ് നടക്കുക. മാർച്ച് 4 രാവിലെ 9:30 മുതൽ 11:15 വരെ 1ാം പാർട്ട് മലയാള പരീക്ഷ നടക്കും. 6 രാവിലെ 9:30 മുതൽ 12:15 വരെ 2ാം ഭാഷ ഇംഗ്ലീഷും 11 രാവിലെ 9:30 മുതൽ ഗണിതശാസ്ത്രവും നടക്കും. 13 രാവിലെ 9:30 1ാം പാർട്ട് 2 ആരംഭിക്കും. 15 രാവിലെ 9:30 മുതൽ ഊർജ്ജതന്ത്രം പരീക്ഷയാണ് നടക്കുക. 18 3ാം ഭാഷയായ ഹിന്ദി ജനറൽ നോളജും 20 രാവിലെ 9:30 രസതന്ത്രവും നടക്കും. 22 രാവിലെ 9:30 ജീവശാസ്ത്രം പരീക്ഷ നടക്കും. 25 രാവിലെ 9:30 മുതൽ 12:15 വരെ സോഷ്യൽ സയൻസ് പരീക്ഷകളാണ് നടക്കുക. മാർച്ച് 1 മുതൽ 14 വരെ IT പ്രാക്ടിക്കൽ പരീക്ഷയും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു. 1,80,00,000 രൂപ വിനിയോഗിച്ചാണ് ഐസൊലേഷൻ വാർഡ് പണി കഴിപ്പിച്ചത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു. കോവിഡ് അടക്കമുള്ള പകർച്ചവ്യാധി ബാധിതർക്ക് കിടത്തി ചികിത്സ നൽകാനുള്ള സൗകര്യമൊരുക്കുകയാണ് ഐസൊലേഷൻ വാർഡിന്റെ ലക്ഷ്യം. 10 ICU കിടക്കകൾ, ഓക്സിജൻ ലഭ്യമാക്കാനുള്ള ഉപകരണങ്ങൾ, ഡോക്ടർമാർക്കുള്ള മുറികൾ, ഡ്രസ്സിംഗ് റൂം, നഴ്സസ് സ്റ്റേഷൻ, ഫാർമസി എന്നിവ അടങ്ങിയതാണ് ഐസൊലേഷൻ വാർഡ്. പകർച്ചവ്യാധികൾ ഇല്ലാത്ത സാധാരണ കാലയളവിൽ ഇവ മറ്റ് ഇതര രോഗികളുടെ അടിയന്തര ചികിത്സയ്ക്കും ഉപയോഗിക്കും. കിഫ്ബി ഫണ്ടും സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുകയും ചേർന്ന് 1,80,00,000 രൂപ വിനിയോഗിച്ചാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിനെതിരെ RSP രംഗത്ത്. കോട്ടയത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ RSP കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ RSPയുടെ പ്രതിഷേധം. കോട്ടയം നഗരത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിനു മുന്നിൽ ധർണ നടത്തി. RSP കോട്ടയം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി TC അരുൺ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിന്റെ ബഹുമാനായ ഭക്ഷ്യവകുപ്പ് മന്ത്രി പറയുന്നത് സപ്ലൈകോയിൽ ഉണ്ടായിരിക്കുന്ന വിലവർദ്ധന ഇവിടുത്തെ സാധാരണക്കാരെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞത് ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണ്. കാരണം സപ്ലൈകോയിൽ സാധനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വിലവർദ്ധന ജനങ്ങളെ ബാധിക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന വിലവർദ്ധനവ് മൂലം
നാളെ പൊതു മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വിലവർദ്ധനവ് ഈ നാട്ടിലെ സാധാരണക്കാരാണ് അനുഭവിക്കാൻ പോകുന്നത്. പൊതു മാർക്കറ്റിൽ ഉണ്ടാകുന്ന വിലവർദ്ധനവ് ഇന്ന് തന്നെ നമുക്കറിയാം. ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് അന്നന്നത്തെ ദിവസം കഴിച്ചു കൂടുന്നതിന് പറ്റാത്ത നിലയിലാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് വന്നിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം NC രാജൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ മണ്ഡലം സെക്രട്ടറി സ്റ്റീഫൻ ജേക്കബ്, RYF ജില്ലാ സെക്രട്ടറി ടിംസ് തോമസ്, പ്രസിഡന്റ് അഖിൽ കുര്യൻ, മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് അൻസാരി കോട്ടയം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നക്ഷത്ര ജലോത്സവം നടത്തി ശ്രദ്ധ നേടിയ വാഴൂരിൽ നക്ഷത്ര ജലോത്സവ പാർക്ക് പണിയുന്നു. 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശാസ്താംകാവ് പൊത്തൻപ്ലാക്കൽ ഭാഗത്ത് പാർക്ക് പണിയുന്നത്. വിനോദത്തിനും വിശ്രമത്തിനുമായി പൊതുജനങ്ങൾക്കായി വാഴൂരിൽ നക്ഷത്ര ജലോത്സവ പാർക്ക് ഒരുങ്ങുന്നു. നക്ഷത്ര ജലോത്സവം നടക്കുന്ന വലിയ തോട്ടിലെ ശാസ്താംകാവ് പോത്തൻപ്ലാക്കൽ ഭാഗത്താണ് 16 ലക്ഷം രൂപ ചെലവഴിച്ച് പാർക്ക് പണിയുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെയും വാഴൂർ പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പോത്തൻപ്ലാക്കൽ തോടിന്റെ കരയിൽ കൈവരികൾ സ്ഥാപിച്ച് സുരക്ഷാവേലിയും 200 മീറ്റർ നീളത്തിൽ നടപ്പാതയും നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3 വർഷം കൊണ്ട് 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്താനാണ് പദ്ധതി. വിശ്രമ കേന്ദ്രം, ഓപ്പൺ ജിംനേഷ്യം, കുട്ടികളുടെ പാർക്ക്, ശലഭോദ്യാനം, ഇരിപ്പിടങ്ങൾ, വിനോദ ഉപാധികൾ, പൂന്തോട്ടം, ശൗചാലയം, ലഘുഭക്ഷണശാല, കുട്ടവഞ്ചി എന്നിവയും പാർക്കിന്റെ ഭാഗമായി ഒരുക്കും. വിവിധയിനം മരങ്ങളും ഔഷധച്ചെടികളും നട്ടുപിടിപ്പിച്ച് പാർക്കിനെ ഒരു ഹാപ്പിനെസ് കേന്ദ്രമാക്കാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, വാഴൂർ. പാല രാമപുരത്ത് അയ്യപ്പ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിൽ ബൈക്കിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. രാമപുരം മാർ അഗസ്തിനോസ് കോളേജ് വിദ്യാർത്ഥി പവനാണ് മരിച്ചത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ ബൈക്കിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന പൈക ജനതാ സ്റ്റോഴ്സ് ഉടമ തൂമ്പക്കുഴിയിൽ സുനുവിന്റെ മകൻ പവനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 പാല രാമപുരം റോഡിൽ ചിറകണ്ടത്താണ് അപകടമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന കൂരാലി പുതുപ്പറമ്പിൽ റോഷന് ഗുരുതര പരിക്കേറ്റു. റോഷൻ ചേർപ്പൊങ്കൽ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും രാമപുരം മാർ അഗസ്തിനോസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. പവനാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. BCA 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പവൻ. ന്യൂസ് ബ്യൂറോ, പാല. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഞായറാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ശിലാസ്ഥാപനം നിർവഹിക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത്. മാലിന്യമുക്തം നവകേരളം ജില്ലാതല ശുചിത്വ സന്ദേശയാത്രയ്ക്ക് വിജയപുരം പഞ്ചായത്തിൽ സ്വീകരണം നൽകി. മാലിന്യമുക്തം നവകേരളം ജില്ലാ കോർഡിനേറ്റർ ശങ്കർ നയിക്കുന്ന ജാഥയാണ് വിജയപുരം പഞ്ചായത്തിൽ എത്തിയത്. 2 ജാഥകളാണ് കോട്ടയം ജില്ലയിൽ പര്യടനം നടത്തുന്നത്. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി സന്തോഷ്, ലിസി ജോസ്, ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ബോധവൽക്കരണത്തിലൂടെ, ഹരിതസേനകളുടെ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ആ ഒരു പ്രവണത ജനങ്ങളിൽ നിന്ന് 80% ഒഴിവായിട്ടുണ്ട്. അവർ ബോധവാന്മാരായി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിജയപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിവിധ സ്ഥലങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ഡംപിംഗ് യാർഡൊക്കെ നമ്മുടെ ഒരു പക്ഷേ വടവാതൂരിനെ തിരിച്ചറിയുന്നത് ഡംപിംഗ് യാർഡായിരുന്നെങ്കിൽ ഇന്ന് അവിടുത്തെ മാലിന്യങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വലിയ സമരങ്ങളിലൂടെ നടപ്പിലാക്കി അതിലൊരു പിന്നീടുള്ള ചെറിയ മാലിന്യ കൂമ്പാരങ്ങളെല്ലാം തന്നെ നമ്മൾ മാറ്റുകയും നിർമ്മാർജ്ജനം ചെയ്യുകയും ഇന്ന് വിജയപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഒരു ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ പരിപാടിയിൽ നിൽക്കുകയാണ്. കാലത്തിന്റെ മാറ്റം എക്സൈസ് വകുപ്പിന് ഉയർത്തുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കാലത്തിന്റെ മാറ്റം എക്സൈസ് വകുപ്പിന്റെ ചുമതലകളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ കേരളത്തിലെ എക്സൈസ് സേനയ്ക്കാവുന്നുണ്ടെന്നും മന്ത്രി MB രാജേഷ് പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളെ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പരിമിതികൾക്കിടയിലും എക്സൈസിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ലഹരിക്കെതിരെ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിനുകൾ ജനങ്ങളുമായുള്ള വകുപ്പിന്റെ ബന്ധം ശക്തമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ എക്സൈസ് സേന ജനങ്ങൾക്ക് പഴയതിനേക്കാൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ
ജനങ്ങൾ തന്നെ വിവരം എക്സൈസിന് കൈമാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള സൗകര്യവും എക്സൈസ് ഒരുക്കിയിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് വാട്സാപ്പ് നമ്പറുകളുണ്ട്. ജനങ്ങൾക്ക് വിവരം കൈമാറാം, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ. വേറൊരു പ്രത്യേകത, എക്സൈസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നമ്മൾ മയക്കുമരുന്നിനെതിരായി എടുത്തിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ, അതുപോലെ തദ്ദേശ സ്ഥാപന തലത്തിൽ, വാർഡ്, വിദ്യാഭ്യാസ സ്ഥാപന തലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ എക്സൈസും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. ചങ്ങനാശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിനും കോടതി സമുച്ചയത്തിനും ഇടയിലുള്ള നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3.5 കോടി രൂപയ്ക്കാണ് നിലവിൽ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. 1586 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചേർപ്പുങ്കൽ സമാന്തര പാലം ഈ മാസം 22-ന് തുറന്നുകൊടുക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. മീനച്ചിലാറിന് കുറുകെ പുതിയതായി നിർമ്മിച്ച ചേർപ്പുങ്കൽ സമാന്തര പാലത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 22 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയും മാണി സി കാപ്പൻ MLAയും അറിയിച്ചു. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള വിവിധ ജനനേതാക്കൾ ചേർപ്പുങ്കൽ പാലത്തിന്റെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. കടുത്തുരുത്തി, പാല അസംബ്ലി മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചേർപ്പുങ്കൽ സമാന്തര പാലം ഗതാഗതത്തിന് തുറന്നുകൊടുക്കുന്നതോടുകൂടി ചേർപ്പുങ്കൽ പഴയ പാലത്തിൽ നിലനിന്നിരുന്ന സങ്കീർണമായ യാത്രാ പ്രതിസന്ധിക്കും അപകടാവസ്ഥയ്ക്കും പരിഹാരമാകും. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ചേർപ്പുങ്കൽ മാർസ്ലീവ ദേവാലയം, മെഡിസിറ്റി ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾ, ആയിരക്കണക്കിന് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർക്കെല്ലാം പ്രയോജനപ്പെടുന്നതാണ് ചേർപ്പുങ്കൽ സമാന്തര പാലം. 2008-2009 കാലഘട്ടത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്താണ് ചേർപ്പുങ്കൽ പാലം നിർമ്മാണത്തിനു വേണ്ടി 9 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. പാലം നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉൾപ്പെടെയുള്ള നിയമയുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. PWDയുടെ ഭരണരംഗത്ത് വിവിധങ്ങളായ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി പാലം നിർമ്മാണം വീണ്ടും തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻസ് ജോസഫ് MLAയും മാണി സി കാപ്പൻ MLAയും നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചതിനെ തുടർന്ന് PWD മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നതതല യോഗം വിളിച്ചുകൂട്ടിയതിനെ തുടർന്നാണ് വകുപ്പ് തലത്തിലുണ്ടായ പിഴവുകൾ പരിഹരിക്കാൻ സാഹചര്യമുണ്ടായത്. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാല. പട്ടികജാതി വികസന വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീ അയ്യങ്കാളി ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പിന്റെ ഭാഗമായി കോട്ടയത്ത് ഏകദിന സെമിനാർ നടത്തി. 4-7 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ ഏറ്റവും അധികം മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുത്തവർക്കായാണ് ആനുകൂല്യം കൊടുക്കുന്നത്. വർഷം 4500 രൂപയാണ് സ്കോളർഷിപ്പ്. ഈ വർഷം 102 കുട്ടികൾക്കാണ് ആനുകൂല്യം നൽകിയത്. പാല ചെത്തിമറ്റം തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിനുള്ളിലെ കട്ടിളവയ്പ് ഞായറാഴ്ച നടക്കും. രാവിലെ 10:15 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ കട്ടിളവയ്പ് കർമ്മം നിർവഹിക്കും. 2100 വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രം ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമാണ്. അറിയിപ്പ്. കോട്ടയം MG സർവകലാശാലയിലെ ഇന്നോവേഷൻ ഫൗണ്ടേഷനിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 28. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.mgu.ac.in. MG സർവകലാശാലയിലെ ഡയറക്ടറേറ്റ് ഫോർ അപ്ലൈഡ് ഷോർട്ട് ടൈം പ്രോഗ്രാംസിലെ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൽ കമ്പ്യൂട്ടർ ലാബ് ഇൻചാർജ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. EBD സംവരണ വിഭാഗത്തിലെ ഒഴിവിലേക്കാണ് നിയമനം. പ്രായപരിധി 36 വയസ്സ്. വിവരങ്ങൾക്ക് www.mgu.ac.in വെബ്സൈറ്റ് സന്ദർശിക്കുക. കോട്ടയം ജില്ലയിലെ വിവിധ ആയുഷ് കേന്ദ്രങ്ങളിലേക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ദേശീയ ആയുഷ് ദൗത്യം 23-ന് 10:30-ന് ജില്ലാ പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സ്പോർട്ടിംഗ് യൂണിറ്റിൽ അഭിമുഖം നടത്തും. പ്രായപരിധി 40 വയസ്സ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടൽ. ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി. സംസ്ഥാനത്ത് SSLC പരീക്ഷ മാർച്ച് 4-ന് തുടങ്ങും. ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. മാതൃകാ പരീക്ഷ തിങ്കളാഴ്ച മുതൽ.
കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡ് തുറന്നു. 1,80,00,000 രൂപ ചെലവ്. നാടിന് സമർപ്പിച്ച ചീഫ് വിപ്പ് ഡോക്ടർ എം ജയരാജ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.